ചീത്തപ്പടം രോഗികളെക്കുറിച്ച് എന്നാ പറയണേ? അവർക്ക് എപ്പോഴും ഏതെങ്കിലും ചീത്ത പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. നാളെ ഞാൻ ഒരുത്തൻ്റെ മുറി കയറിയപ്പോൾ അവൻ പടം മുഴുവൻ ഇങ്ങനെ ഒട്ടിച്ചു വച്ചിരിക്കുക. ചീത്ത പടങ്ങൾ, നഗ്ന ചിത്രങ്ങൾ, വികലമായ ചിത്രങ്ങൾ, സ്ത്രീകളുടെ ഈ മാസികയിലൊക്കെ വന്നതൊക്കെ കട്ട് ചെയ്തുകൊണ്ടൊന്ന് ഒട്ടിച്ചു വയ്ക്കുക. ഇങ്ങനെ അവൻ്റെ മനസ്സ് മുഴുവൻ അതിലേക്കാണ് പോകുന്നത്. ഒരു പെണ്ണിനെ കണ്ടാൽ ഈ ചിന്ത, ഒരാണിനെ കണ്ടാൽ ഈ ചിന്ത. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് ലൈംഗിക വൈകൃതങ്ങളിലേക്കും വൈകല്യങ്ങളിലേക്കും പോകും. ഇങ്ങനെയുള്ള വ്യക്തികൾ എല്ലാം ഉപേക്ഷിക്കണം. പടങ്ങൾ ഉപേക്ഷിച്ച് നല്ല പടങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കണം. യേശുവിൻ്റെ പടം കൊണ്ടുവന്ന് വയ്ക്കണം. വിശുദ്ധരുടെ പടങ്ങൾ, നല്ല പ്രാർത്ഥന കടലാസുകൾ, ഇതൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വയ്ക്കുന്ന നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് തിരിച്ചു വരണം. അവരുടെ മനസ്സും ഇതേമാതിരി തന്നെ ദൈവിക ഒരു ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് തിന്മയിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിക്കുന്ന മനോഭാവത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ രക്ഷപ്പെടും. കർത്താവ് ഇങ്ങനെയുള്ള മക്കളെ രക്ഷിക്കണമേ. ഇവരുടെ ബന്ധനത്തിൽ കർത്താവ് നിങ്ങൾ മോചിപ്പിക്കട്ടെ. ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. നല്ല പടങ്ങൾ കാണുവാൻ, നല്ലത് കേൾക്കുവാൻ, നല്ലത് അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപാവരം നൽകട്ടെ. കർത്താവ് എനിക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.